അനീഷ് അനിമോൾ പ്രണയമാണ് ഭയങ്കര ചർച്ച സോഷ്യൽ മീഡിയയിലും ഓക്കെ. അകത്തും പുറത്തും ഒക്കെ. താങ്കൾക്ക് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അവിടെ കളിച്ചൊരു ഗെയിമർ എന്നുള്ള എന്താ തോന്നുന്നത് അതിനെ കുറിച്ച്? അവരുടെ പ്രണയോ? അവരുടെ പ്രണയം എനിക്ക് പേഴ്സണലി ഇപ്പൊ ശൈത്യനകത്ത് പോയിട്ട് ഇങ്ങനെ നീ കാരണം എന്റെ PR എന്നൊന്നും അത്രയ്ക്കൊന്നും കാണിക്കേണ്ട ഒന്നുമില്ല. ഇതെല്ലാം ബിൻസി, ശൈത്യ, പിന്നെ മുൻഷി ചേട്ടനൊക്കെ എന്താ കാണിക്കുന്നത്? ഇവർ ഇതിന്റെ അകത്ത് വന്നിരിക്കണ ബാക്കി നിൽക്കുന്ന ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാർ അനിമോൾക്ക് PR ഉള്ളതുകൊണ്ട് മാത്രമാണ് വിജയിക്കുന്നത് എന്ന് പറയുന്നതിനെ താങ്കൾ എത്രത്തോളം ശരിവെക്കുന്നു? അത് കറക്റ്റ് ആണ്. കാരണം ഇപ്പൊ നമസ്കാരം. നമസ്കാരം. ബിഗ് ബോസ് ആണ് ചർച്ചാ വിഷയം. ഓക്കെ. താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പൊ ഗ്രാൻഡ് ഫിനാലയിൽ വരെ എത്തിയിരിക്കാണ്. ഇപ്പൊ നെവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നെവിനെ കുറിച്ച് നെവിൻ അടിപൊളിയാണ്. നെവിൻ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം പുള്ളി പോയപ്പോൾ ഭയങ്കര ഫുഡി, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര എന്റർടൈനിങ്. എനിക്കിപ്പോൾ തോന്നുന്നു ഒരു ലൈവ് വെച്ച് കഴിഞ്ഞാൽ 90% നെവിൻ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടും ഗ്രാൻഡ് ഫിനാലെത്താൻ അവൻ ഭയങ്കര അർഹനാണ്. അമ്മയൊക്കെ ഹൗസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ബൈറ്റ് എടുത്തപ്പോൾ പറഞ്ഞു എന്തായാലും നെവിൻ കപ്പടിക്കണവരൊന്നും അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നെവിന്റെ അമ്മ അല്ലേ? എന്താണ് അങ്ങനെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയത് ശരിക്കും? അല്ല, എനിക്ക് അങ്ങനെ തോന്നിയത് ജസ്റ്റ് പോകുന്നതിന് മുന്നെയാണ്. കാരണം ഞാൻ ഫുൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം അതിനകത്ത് ഫുഡ് റെസ്ട്രിക്ഷൻ, സ്ലീപ്പ് റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളത്. പക്ഷെ അവൻ ഒരു 2 weeks കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി അവൻ 100 days പക്കയാണ്. അവൻ്റെ അമ്മ മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കും ബിഗ് ബോസ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഓൺലൈൻ കമന്റ്സ് ഒക്കെ നല്ലോണം വായിക്കുന്നുണ്ട്. അവർക്ക് ഇത് പുതിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ആദ്യം കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ആയിരിക്കും മേ ബി. പിന്നെ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ട്, അനീഷിന് സപ്പോർട്ട് അത്ര അവർ ആ ടൈമിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സപ്പോർട്ട് എനിക്ക് തോന്നുന്നു നെവിന് നല്ല രീതിയിൽ ഓർഗാനിക് സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ നെവിനോട് ഒരിക്കൽ ലാലേട്ടൻ ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണ് മിസ് ചെയ്യുന്നതെന്ന് വെച്ചപ്പോ കുഴിമന്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി അത്രയ്ക്ക് ഫുഡിയാണോ? അയ്യോ, എക്സ്ട്രീം ലെവൽ ഫുഡിയാണ്. കുഴിമന്തിയിൽ തന്നെ ഏറ്റവും വലിയ പീസ് വേണം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൽ ഒരു അടിയുണ്ട്. പിന്നെ അവന് കിട്ടുന്ന പൈസ മൊത്തം പോണത് ഫുഡിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ്റെ അമ്മ എപ്പോഴും പറയും വീട്ടിൽ കുക്ക് ചെയ്യണതൊന്നും കഴിക്കില്ല, അവന് പുറത്തുനിന്നുള്ള ഫുഡാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര ഫുഡിയാണ്. അപ്പം അതിനകത്ത് അതുകൊണ്ടാണ് കട്ട് തിന്നത്. അത് സർവൈവ് ചെയ്ത് പോണ്ടേ, ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ, അതിനായിരിക്കും. ഇപ്പോൾ ചില എപ്പിസോഡുകളിലാണെങ്കിലും പുള്ളി പറയും, ഇപ്പം ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു വിശന്ന് ഞാൻ കരഞ്ഞപ്പോൾ സാധാരണ റേഷൻ രാവിലെ കൊടുക്കുന്ന റേഷൻ രാത്രി ബിഗ് ബോസ് എനിക്ക് തന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ബിഗ് ബോസിനോടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഭക്ഷണം അത്രയ്ക്ക് പ്രിയമായി മാറാൻ അല്ലെങ്കിൽ എന്തായിരിക്കും കാരണം തോന്നിയിട്ടുണ്ടോ? അല്ല, അവൻ അങ്ങനെയാണ്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. കൊച്ചിയിൽ അവൻ കയറാത്ത റെസ്റ്റോറൻറ്റ്സ് ഇല്ല. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എന്നോട് ചില്ലി ചിക്കനും എവിടത്തെയോ ഏതൊരു ചൈനീസ് സ്പെഷ്യൽ നിങ്ങളുടെ കൊച്ചിയിലൊരു ചിയാങ് സംതിങ്, അവിടുത്തെ ചൈനീസ് ചില്ലി ബീഫ് കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് മേടിച്ചു തന്നു. ആദ്യം ദിവസം മേടിച്ചു തന്നു, രണ്ടാം ദിവസം തൊട്ട് എനിക്ക് മേടിച്ചെടുക്കേണ്ടി വന്ന്. പിന്നെ എപ്പോഴും KFC ഓർഡർ ചെയ്ത ചിക്കൻ പീസ് ചെറുതല്ല എന്ന് പറഞ്ഞ് പോയി തല്ലുണ്ടാക്കുക, മന്തിയിൽ വലിയ പീസ് വേണം. എല്ലാ ഹോട്ടലിൽ പോയാലും ആദ്യം അവൻ അവിടുത്തെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര കമ്പനിയാക്കും. അപ്പൊ ഏറ്റവും വലിയ പീസ് തന്നെ നോക്കിയിട്ട് കിട്ടുമല്ലോ. ഫുഡിനോടൊരു ഭയങ്കര ഉണ്ട്. അതുകൊണ്ടായിരുന്നു ശരിക്കും പഴയ വീഡിയോസ് നെവിൻ്റെ കണ്ട നല്ല ഫിറ്റായി മെലിഞ്ഞിരിക്കുന്ന പുള്ളി ഇപ്പൊ നല്ല ഗുണ്ടുമണിയായി. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പൈസ ഉണ്ടാക്കുന്ന എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ചും പുള്ളിയുടെ ആ ഒരു കരിയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു നെവിൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന്. അവൻ NIDയിൽ റാങ്ക് ഹോൾഡർ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്തോ 2 ഡിപ്ലോമയോ അങ്ങനെ എന്തൊക്കെയോ പുള്ളി കുറെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ അവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഡാൻസിങ് ആയാലും പിന്നെ ഇന്റീരിയർ എന്തൊക്കെയോ അവൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെ കുറച്ച് ആളുകൾ കളിയാക്കുന്നുണ്ട് ഒരു ഫെമിനിയൻ എന്നുള്ള രീതിയിലും. ആ കളിയാക്കലുകൾ ഇപ്പൊ താങ്കളുടെ ലൈഫിൽ നേരിട്ട സാധനമാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ശരിക്കും പറയുന്നത്? നെവിൻ ഫെമിനിൻ എന്ന് പറയുന്നത് അവൻ തന്നെ പറയുന്നുണ്ട് അവനൊരു കമ്മ്യൂണിറ്റി ഒന്നുമല്ല. അപ്പോൾ ഫെമിനിനെ കളിയാക്കുന്ന അവനെ ബോദർ ചെയ്യുന്ന, അവനെ കുട്ടിക്കാലത്ത് കുറെ ബോദർ ചെയ്തിട്ടുണ്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ സെമിനാരിയിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഫുൾ ആൺകുട്ടികളുടെ ഇടയിൽ ആണ് അവന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തിരി ഫെമിനിനുള്ള ഒരു ആൺകുട്ടി ആകുമ്പോൾ ഒബ്വിയസ്ലി ബുള്ളിങ്ങും ഹെറാസ്മെന്റും കുറെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അതിജീവിച്ചിട്ടാണ് അവൻ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ അവൻ പറയുന്ന ഇപ്പൊ മേരിക്കുട്ടി എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല, അവരുടെ എന്താണ് ടാലന്റ് ആണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. അത് അവനൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറയണ കേട്ടു. അപ്പൊ അവന്റെ ടാലന്റ് വെച്ച് മാത്രമാണ് അവൻ ഇവിടെ എത്തിയത്, അവന്റെ ഒരു സെക്ഷുവാലിറ്റി ഒന്നും വെച്ചിട്ടല്ല. അപ്പൊ ആ രീതിയിൽ അവനിപ്പോ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അവന്റെ ഒരു ഫെമിനിൻ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് എങ്ങനെ മുന്നിലോട്ട് പോവാം എന്നാണ് നോക്കുന്നത്. അത് അവൻ ഇവിടെ ഹൈഡ് ചെയ്യുന്നില്ല, കുറച്ച് ഭയങ്കര മാൻലി ആയിട്ട് അവൻ അഭിനയിക്കുന്നില്ല. അപ്പോൾ അവനത് കംഫർട്ടബിൾ ആണ്. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഹീസ് ഹാപ്പി, നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേദലക്ഷ്മി ആണെങ്കിലും അല്ലെങ്കിൽ മസ്താനി ആണെങ്കിലും
ഇവർക്കൊക്കെ LGBT കമ്മ്യൂണിറ്റിയോട് വലിയ താല്പര്യമില്ലെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ആൾക്കാരാണ്. ആ. അതേ ആൾക്കാർ തന്നെ നെവിനെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് മേ ബി നെവിൻ പറയാത്തോണ്ടായിരിക്കും. കമ്മ്യൂണിറ്റി ആണെന്ന് പറയുന്നില്ലല്ലോ ഓപ്പൺ ആയിട്ട്. അല്ല, കമ്മ്യൂണിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ തന്നെ അവൻ പറയുന്നുമില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും. പിന്നെ മസ്താനിക്കൊക്കെ എന്താണ് കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇന്റർവ്യൂസിനും എല്ലാ കമ്മ്യൂണിറ്റിക്കാരെയും അവർ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എന്നെ വെറൈറ്റി മീഡിയ ഇറങ്ങിയ ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച പേയ്മെന്റ് തരില്ല പറഞ്ഞു. ഞാൻ ചെയ്തുമില്ല. അപ്പൊ നമ്മളൊരു ചാരിറ്റി ആയിട്ട് ചെയ്തിട്ട് അവസാനം ഇവരുടെ ഇങ്ങനെ തന്നെ ഇപ്പൊ മസ്താനിയുടെ വായിലിരിക്കണമൊക്കെ കേൾക്കേണ്ടിയും വരുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ അവര് ബിസിനസ്സിന് യൂസ് ചെയ്യും. ഇങ്ങനെ പറയുന്നത് അതൊന്നും ഒരു സ്റ്റാൻഡ് അല്ല. ഇപ്പൊ ലക്ഷ്മി ആണെങ്കിൽ കൂടി ലക്ഷ്മിയുടെ അനിയന്റെ അത്ര ഫെമിനിൻ പോലും അല്ല നെവിൻ എനിക്ക് തോന്നിപ്പോയി അനിയന്റെ ബൈറ്റ് കണ്ടിട്ട്. അപ്പോൾ അവരുടെ അനിയൻ ഇത്ര ഫെമിനിൻ ആയിട്ടാണ് അവർ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും. അതെന്ത് നെവിനെ എനിക്ക് തോന്നുന്നു നെവിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്, നല്ല ഗെയിം ഒക്കെ കണ്ടിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അവൻ മേ ബി നാളെ LGBT വേണമെന്ന് പറയുവാണെങ്കിൽ ഈ സപ്പോർട്ട് അല്ലായിരിക്കും. അവൻ എന്താണെന്ന് എനിക്കറിയില്ല. പറയുവാണെങ്കിൽ ഇവർ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും. അല്ല, കമ്മ്യൂണിറ്റിക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു ഫെമിനിയൻ ടച്ച് ഉണ്ട്. ഉണ്ട്. ഇപ്പം അതിലെ നൂറാണെങ്കിൽ അവർക്കൊരു ലെസ്ബിയൻ അവർക്ക് തോന്നിയോണ്ടാണ് കമ്മ്യൂണിറ്റിയിലേക്ക് മാറുന്നതിനല്ലാണ്ട് അവരൊരു അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയോണ്ടാണ് അവരൊന്നായി. അപ്പൊ അങ്ങനെ തോന്നുന്ന ആൾക്കാർ സമൂഹത്തിൽ അതായത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാറ്റഗറി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ കാറ്റഗറിയിൽ പെട്ടുപെടുന്ന എന്നാൽ കമ്മ്യൂണിറ്റിയിലേക്ക് മാറിയില്ലെങ്കിലും അങ്ങനെ ഒരാൾ തന്നെയാണ് നെവിനും. ഫെമിനിയൻ ചിന്ത ഉള്ള ആളെന്ന് പറയുമ്പോൾ അപ്പൊ ഇവരോട് രണ്ടുപേരും രണ്ട് വേർതിരിവ് കാണിക്കുന്നതിന് ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഗെയിം സ്ട്രാറ്റജി അല്ല. നെവിന് ഇവർക്ക് ബേസിക്കലി എന്താണെന്ന് സംഭവം ലക്ഷ്മിക്കായാലും ഈ പറയുന്ന മസ്താനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു എഡ്യൂക്കേറ്റഡ് അല്ല. ഇവർക്ക് LGBTQ-നെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മാസീവ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കിട്ടി. എനിക്കും വോട്ട് കിട്ടണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വോട്ട് കിട്ടാൻ LGBTQ എന്ന് പറയുന്ന ഇപ്പൊ അതിലനൂറ പറയുന്നു അവർക്കെതിരെ നിൽക്കുന്നു എന്നുള്ളൂ. അല്ലാണ്ട് ഇവർ ഈ ഫെമിനിൻ അതൊന്നും നോക്കിയിട്ടല്ല. ഇപ്പൊ ലക്ഷ്മി തന്നെ അതിലിടയ്ക്ക് മാറ്റിയും പറയുന്നുണ്ട് ഭയങ്കര ക്ലോസ് ആവുമ്പോൾ ഇതല്ലാന്ന്. അപ്പൊ അവര് ആ വോട്ട് കിട്ടാൻ ഒരു സ്ട്രാറ്റജി പുറത്തു വന്നപ്പോൾ മനസ്സിലായി ആ ഇല്ല എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം നിന്നാണ് അവർക്ക് മനസ്സിലായി. അവർ ആ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു, അല്ലാതെ വേറെ ഒന്നും അതിലൊരു കഴമ്പുള്ള ഒരു ഇതായിട്ട് ഫീൽ ചെയ്തു. നെവിന്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ നെവിൻ തന്നെ പറയുന്നു, അതായത് എനിക്ക് റിലേഷൻഷിപ്സ്, അതായത് ഒരാൾ പ്രണയബന്ധത്തിലാവുന്ന ഇഷ്ടമല്ല, എന്റെ സുഹൃത്തുക്കളുടെ ആണെങ്കിലും പ്രണയബന്ധം എന്തെങ്കിലും ഞാൻ തടുക്കും എന്നാണ് പറയുന്നത്. അതിൽ എന്തെങ്കിലും സത്യമാണോ ശരിക്കും? ഉണ്ട്. അവൻ അത് അതിനുള്ളിൽ ഇടുന്നതല്ല, റിയലി അങ്ങനെയാണ്. എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഇതിനകത്ത് മൂന്നാമതൊരു റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ അവന് പറ്റില്ല. അങ്ങനെ എനിക്ക് അതിനിടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ സമയത്ത് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് 24 മണിക്കൂറും ഇവൻ ചെന്ന് ചൊറിയലും ഉണ്ട്. ലൈക്ക് എനിക്കിഷ്ടമല്ല, മൈ ഫ്രണ്ട് ഇസ് മൈ ഫ്രണ്ട്, റിലേഷൻഷിപ്പ് വന്നു പോവും ബട്ട് ഫ്രണ്ട്ഷിപ്പ് വിൽ സ്റ്റേ ഫോർ എവർ എന്നുള്ള ഒരു ഇതാണ്. പിന്നെ അവൻ്റെ പാരൻസിൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിലും വർക്കൗട്ട് ആയില്ല. പിന്നെ അവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എനിക്കറിയാവുന്ന, അവൻ എന്നോട് കംപ്ലീറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അവനൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ട്രോമ അവനുണ്ട്. ഒരു ദിവസം രാത്രി നമ്മൾ പറക്കാട്ടിലും കൂടെ കിടക്കുമ്പോൾ രാത്രി പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഐ മിസ് മൈ പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സിഗരറ്റ് ഒക്കെ വലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രോമ പുള്ളിക്കുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും എല്ലാരെയും എതിർക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ആദ്യമായിട്ട് ഒരാളോട് ഒരു പ്രണയം പറഞ്ഞ വ്യക്തി ശരിക്കും നെവിനാണ്. ഫസ്റ്റ് പറഞ്ഞത് റിജക്ഷൻ കിട്ടിയ ആളോ അദ്ദേഹമാണ്. അതെ അതെ. അതിനെ കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്? ബിൻസിയോടാണോ? അത് ചുമ്മാ സ്ട്രാറ്റജിക്ക് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായത്. അവൻ ഒരിക്കലും പറ്റുന്നൊരു വ്യക്തിയല്ല ബിൻസി. അത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നില്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് പിടിച്ച് നോക്കിക്കോ, എല്ലാ കൊല്ലം അതല്ലേ വിൻ ചെയ്യണേ. പിന്നെ അത് ചുമ്മാ ഇറക്കിയത് അതിലൊന്നും. പക്ഷേ ഇന്ന് തന്നെ അപ്പാനിച്ചടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അദ്ദേഹത്തിന്റെ പ്രണയം പറയുന്നതിന് കുറച്ച് മുന്നേ ബിൻസിക്ക് കവളത്ത് ഒരു 10-12 ഉമ്മയൊക്കെ കൊടുത്തു. ആര്? നെവിൻ ബിൻസിക്ക് ഉമ്മ കൊടുത്തു. അപ്പൊ അതിനൊന്നും റിയാക്ഷൻ ഒന്നും ഉണ്ടായി. എന്ന് വെച്ചാൽ ബിൻസിയുടെ ഭാഗത്തുനിന്ന് റിയാക്ഷനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ അനുമോൾ അത് വലിയ പ്രശ്നമാക്കിയില്ല. അപ്പൊ പുള്ളിയുടെ പ്രശ്നങ്ങളാക്കിയല്ലോ, ബിൻസിയുടെയും പനിയുടെ പ്രശ്നങ്ങളാക്കി. പക്ഷെ അത് പ്രശ്നമാക്കിയില്ല. എന്തുകൊണ്ട്? അപ്പൊ അവര് തമ്മിൽ പ്രണയം ശരിക്കും നെവിൻ ഒരു പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? നെവിൻ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ബിൻസിയോടുള്ളത് ഒരിക്കലും ഒരു പ്രണയമല്ല. അത് പിന്നെ നെവിൻ ആരും അതിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നെവിൻ ഇപ്പൊ അങ്ങനെയൊക്കെ കാണിച്ച് ഒരു തമാശയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അത് ഇപ്പൊ പെണ്ണിനോടായാലും ആണിനോടായാലും അവൻ എല്ലാവരോടും അങ്ങനെ ചെയ്യുന്ന. ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചേച്ചിനെ പിടിച്ച് 2-3 ഉമ്മ കൊടുക്കും, പഞ്ചസാര കൂടുതൽ, അങ്ങനത്തെ നേച്ചർ. അവനാരും സീരിയസ്ലി അങ്ങനെ എടുക്കുന്നില്ല. അപ്പൊ അതിപ്പം ട്രൂ ആയിട്ടൊരു ലവ് അതിനെ വർക്കൗട്ടും ആയിട്ടില്ല. അവന്റെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല. ഇപ്പൊ അദ്ദേഹം തന്നെ മറ്റേ അല്ലേ എന്ന് പറയുന്ന സാധനം ലാലേട്ടനടക്കം പറയാറുണ്ട്. ശരിക്കും അദ്ദേഹം നേരത്തെ പോലെ പറഞ്ഞോട്ടൊരു സാധനമാണോ? അല്ല, ഞാനാണ് അവന് കൊടുത്തത്. നമ്മള് ട്രിപ്പൊക്കെ പോകുമ്പം ഈ അല്ലേ ശരിക്കും ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
പൃഥ്വിരാജിന്റെ അമ്മയില്ലേ, മല്ലിക സുകുമാരൻ അല്ലേ എന്ന് പറയും ഏതൊരു മൂവിയില്. അത് കണ്ടിട്ട് ഇവന്റെ അടുത്ത് ഞാൻ അല്ലേ എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇവനിത് എല്ലാവരുടെ അടുത്തും അല്ലേ അല്ലേ അല്ലേ, എവിടെ പോയാലും അല്ലേ. പിന്നെ നമ്മള് ഫോൺ വിളിക്കുമ്പോ നമ്മളൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും നെവിനും, മറ്റേ പണ്ടത്തെ നിറത്തിലെ നീ വരുവോടാ മിസ് ചെയ്യൂല ഒരു സാധനമല്ലേ, കുഞ്ചാക്കോവനും ശാലിനി. അപ്പൊ അതില് അവര് പറയും നമ്മൾ എന്താടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഞങ്ങളത് കോമഡിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ നമ്മൾ ഫോൺ വിളിച്ച ഫസ്റ്റ് ഹലോന്റെ പകരം നമ്മൾ എന്താടാ ഇങ്ങനെ എന്ന് പറഞ്ഞ അതിലൊരു, പിന്നെ അവനൊരു ആട് പോലെ ശബ്ദം അല്ലേ, അതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഒരു തമാശ രീതിയിൽ പറയണം. അതൊക്കെ അവൻ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇറക്കി. അത് ലാലേട്ടൻ വരെ നമ്മൾ എന്താടാ ഇങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അത് അവന്റെ ഒരു വിജയമാണ്. ഇപ്പൊ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അനുമോളുമായിട്ടൊരു സൗഹൃദം നെവിന് തുടക്കകാലത്തിലുണ്ടായിരുന്നു. പിന്നെ അതൊരു വലിയ വഴക്കിലേക്ക് മാറി. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് തോന്നിയത്? അനുമോളും നെവിനും തമ്മിൽ ഞാൻ ലൈവ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പലരും ലൈവിലെ ക്ലിപ്സ് അയച്ചു തരുമ്പം എനിക്ക് തോന്നിയ ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അനുമോൾ ഇടയ്ക്ക് ഇവനെ ഈ ആണുങ്ങളെ പോലെ പെരുമാറുക, അല്ലെങ്കിൽ നല്ലൊരു ആണാവാൻ നോക്ക്, നീ എന്താടാ പെണ്ണ്, അങ്ങനത്തെ ഒരു രീതിയിൽ പറയുമ്പോൾ അവന് പഴയ ഒരു ആ ബുള്ളിങ് ഒക്കെ വീണ്ടും ഒരു ട്രോമ വരുവാണ്. അപ്പൊ അതുകൊണ്ട് ആ മനസ്സുകൊണ്ട് അനുമോളെ ആ സമയത്ത് അതുകൊണ്ടായിരിക്കും ദേഷ്യം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ബ്രദർ സിസ്റ്റർ ബോണ്ട് ഉണ്ട്. എത്ര തല്ലുകൂടിയാലും ഇപ്പോഴും അവർ വീണ്ടും ഒരു കമ്പനി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീക്കില് അനുമോള് എനിക്ക് ഏറ്റവും ഇഷ്ടം നെവിനെയാന്ന് പറഞ്ഞിട്ടാണ് ഏതൊരു മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത്. അപ്പൊ അവര് തമ്മിൽ ഇഷ്ടമുണ്ട്. അത് പുറത്തു വന്നാലും ഉണ്ടാവും എന്ന് വിചാരിക്കണം. അത് വലിയൊരു ഫൈറ്റ് ഒന്നും അല്ല. ഇപ്പൊ മറ്റേ ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആദിലെ നൂറ് ഒരു പ്രശ്നം ഉണ്ടായി. അദ്ദേഹം പുറത്തേട്ട് പോയ സംഭവത്തിലും നീ ആണാണെങ്കിൽ കാണിക്കാന്നുള്ള ഒരു വെല്ലുവിളി ഉണ്ടായി. അതിലെ തന്നെ ലെസ്ബിയൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അങ്ങനെ ഒരു വിഭാഗം ഇല്ലാത്ത രീതിയിൽ എല്ലാരെയും നോർമലൈസ് ചെയ്ത് കാണാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ആദിലെ നൂറേൻ തന്നെ അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം താങ്കൾക്കൊരു വേദന തോന്നിയത്? എനിക്ക് അതെന്ന് വെച്ചാല് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞ് പഠിച്ച വാക്കുകളാണത്. നമ്മളിപ്പോ നീ ആണാണെങ്കിൽ അടിക്കണം, നീ അത് നമ്മുടെ വായന്ന് ഒബ്വിയസ് ചിലപ്പോൾ എന്റെ വായന്ന് നാളെ വന്നു പോകാന്നില്ല. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചതാണ്. ഇപ്പൊ തെറികളിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ച കുറെ തെറികളുണ്ട്. അത് ചിലപ്പോ നമ്മൾ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ അത് നമ്മുടെ വായന്ന് അങ്ങനെ പറഞ്ഞു പോണതാണ്. അപ്പൊ മേ ബി അവർ അങ്ങനെ വെച്ച് പറഞ്ഞ മീൻസ് അങ്ങനെ മീനിങ് ഓർത്ത് പറഞ്ഞതായിരിക്കില്ല. പക്ഷെ പറഞ്ഞത് എന്തായാലും തെറ്റായി പോയി. അവര് ഇപ്പം അവന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ തന്നെ ഫെമിനിൻ ആയിട്ടുള്ള ഒരാളെ ചേർത്ത് പിടിക്കേണ്ടതാണ് ഏറ്റവും മാക്സിമം. അവരുടെ വായനൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എത്രത്തോളം ചാൻസ് ഉണ്ട് നെവിൻ ഒരു കപ്പിലേക്ക് എത്താനായിട്ട്? കപ്പിലേക്ക് എനിക്ക് തോന്നുന്നു PR ഒഴിവാക്കി നിർത്തുവാണെങ്കിൽ ഡിസേർവിംഗ് വിന്നർ നെവിൻ തന്നെയാണ്. കാരണം ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീഡിയോസ് ഇപ്പൊ ഇൻസ്റ്റ തുറന്നാൽ പോലും അവന്റെ കുറെ വീഡിയോ ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പോ അവൻ PR കൊടുത്തിട്ടുണ്ട്, അവന്റെ അടുത്ത് പൈസ ഇല്ല, ഇത് എവിടെ നിന്ന് ഇത്ര വീഡിയോ വരുന്നത് നോക്കുമ്പോൾ എനിക്ക് വരെ മെസ്സേജസ് വരുന്നുണ്ട്. നെവിനെ ഭയങ്കര ഇഷ്ടത്തോടെ അവർ സ്വയമായി ചെയ്യുന്നതാണ്. പക്ഷെ ബാക്കിയുള്ള ഒരു PR കൊടുത്ത കഥകളെല്ലാം നമ്മൾ അറിഞ്ഞു. അനീഷേട്ടന് പോലും PR ഉണ്ടെന്ന് ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് ആരോ അയച്ചു തന്നു. അപ്പൊ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു അനീഷും നെവിനുമാണ് PR ഇല്ലാത്ത. അപ്പൊ സീക്രട്ട് ഏജന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും PR ഉണ്ട്. PR ഒഴിച്ചു നിർത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അർഹനായിട്ടുള്ളത് ഇപ്പം നെവിനാണ്. പിന്നെ എനിക്ക് അക്ബറിന്റെ ഗെയിമും ഇഷ്ടമാണ്. അപ്പോ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ PR കളി കാരണം മേ ബി അനുമോൾ അല്ലെങ്കിൽ അനീഷേട്ടനായിരിക്കും ജയിക്കുക. അക്ബറിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇന്നലെ അതായത് അനുമോളുടെ PR ആയ വിനു പറഞ്ഞത് ശൈത്യക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ വാങ്ങിയതിനെ കുറിച്ചും എന്നെ വോട്ട് ചെയ്തതിനെ കുറിച്ചാണ്. ആ വോട്ട് ചെയ്തു കൊടുത്തത് അക്ബറിന്റെയും ബിന്നിയുടെയും PR ചെയ്യുന്ന ടീമാണ് ചെയ്തു കൊടുത്തതെന്നാണ് പറയുന്നത്. അത്രത്തോളം വരുമ്പോഴത്തേനും അക്ബറിലും ഈ വോട്ടിങ്ങിന്റെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പക്ഷെ അക്ബറിന്റെ ഗെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടം എന്നാ പറഞ്ഞത്. അക്ബറും PR കൊടുത്തിട്ടുണ്ടെന്ന് എവിഡന്റ് ആണ്. ഈ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. വിനു പറയുന്നത് ചിന്ത എന്നോ സംതിങ് അങ്ങനെ ആരോ ചെയ്തു കൊടുത്ത ഞാൻ കണ്ടായിരുന്നു. അപ്പോ പക്ഷെ ആസ് എ ഗെയിമർ എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ്. അനുമോളിനെക്കാട്ടും അനീഷിനെക്കാട്ടും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി. പക്ഷെ ഈ PR എല്ലാം മാറ്റി നിർത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരേ ഒരാളെ ഇപ്പൊ ബാക്കിയുള്ളൂ, നമ്മുടെ നെവിൻ തന്നെയുള്ളൂ. അപ്പൊ പുള്ളി ജയിക്കട്ടെ. ഇനിയിപ്പോ ജയിച്ചില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ജയിച്ച ആളെ എല്ലാരും പറയും PR വിന്നർ എന്ന്. അപ്പൊ ഓൾറെഡി വിജയ് ആയി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നെവിൻ. ഇപ്പൊ ഈ അനുമോളൊക്കെ 16 ലക്ഷം രൂപ കൊടുത്താണ് പോയെന്ന്, 15 ലക്ഷം രൂപയാണ് കൊടുത്തതെന്ന് ശൈത്യയും 16 ലക്ഷം കൊടുത്തതെന്ന് ബിന്നിയൊക്കെ പറയുന്നുണ്ട്. എമൗണ്ടിനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പൊ ശരിക്കും അത്രത്തോളം പൈസ കൊടുത്ത് പോകേണ്ട ഒരു ഷോ ആണോ ശരിക്കും ബിഗ് ബോസ്? ഇത് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അന്ന് എനിക്കൊന്നും അറിയില്ല. ഇന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു ബിസിനസ്സായി കാണുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്. ഞാൻ തോന്നുന്നു ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഓരോ ആഴ്ച ഇത്ര ലക്ഷം രൂപ കൊടുത്തു, എനിക്ക് ഇത്ര ലക്ഷം രൂപ അതിന്ന് കിട്ടി. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്ത് എല്ലാം ചെയ്ത് വരുമ്പോഴും ലാഭമേ ഉള്ളൂ വിജയിക്കുമ്പോ എന്ന് പറയുന്നത്. മേ ബി അതായിരിക്കും അവർ കാണുന്നത്. അപ്പോ 15 ലക്ഷം കൊടുത്താൽ മേ ബി അനുമോള് സ്റ്റാർ മാജിക്കിന്നൊക്കെ വന്ന ഒരാളാവുമ്പോ മേ ബി അവർക്ക് ഡെയിലി എന്തായാലും ഒരു 50,000 ഒക്കെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തന്നെ നോക്കുമ്പോ ലാഭം തന്നെയുള്ളൂ. ജയിച്ച എനിക്ക് കപ്പും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതും ലാഭം.
മാത്രമേ അവർ നോക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ 15 ലക്ഷം അനുമോൾ കൊടുത്തിട്ടുണ്ടോന്ന് എവിടെയും ആരും ഇപ്പം വിനു തന്നെ പറയുന്നു അത്ര വലിയ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോ പിന്നെ അനുമോൾക്ക് അങ്ങനെ ഭയങ്കര PR ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി ഭയങ്കര 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. പുള്ളിക്ക് ഇത്ര ലക്ഷത്തിന്റെ PRന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൊടുത്തിട്ടുണ്ടാവും ഒബ്വിയസ്ലി. അത് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടാനും മറ്റും ഒരു 5 lakhs എങ്ങാനും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതായത് ഒരു വിഭാഗം ആൾക്കാർ ഇപ്പൊ ആ. താങ്കൾ ഗെയിം കാണുന്നുണ്ടാവാം. ആ. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ അനുമോൾക്ക് PR ഉള്ളതുകൊണ്ട് മാത്രമാണ് വിജയിക്കുന്നത് എന്ന് പറയുന്നതിനെ താങ്കൾ എത്രത്തോളം ശരിവെക്കുന്നു? അത് കറക്റ്റ് ആണ്. കാരണം ഇപ്പൊ ഗെയിമിൽ എടുക്കുകയാണെങ്കിലും ഞാൻ ഇതുവരെ അനുമോൾ ഒരു ഗെയിമിലും ഭയങ്കര ജയിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. പിന്നെ അതിനകത്താണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു ശക്തമായ ഒരു കാര്യത്തിന് അഭിപ്രായവും അങ്ങനെ അവരുടെ ഒരു കരച്ചില് അല്ലെങ്കിൽ ഒരു സീരിയൽ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കുമല്ലോ അനുമോള്. അപ്പൊ അത് ഇപ്പൊ നോർമലായിട്ട് ഇപ്പോ ഒരു വ്യക്തി ഇങ്ങനെ ഒരു PR ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഔട്ട് ആവേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു ഇപ്പൊ ബൊമ്മേനെ പിടിച്ച് കരയാതെ കുറെ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള എലമെന്റ്സ് അല്ലേ. അപ്പൊ ഒബ്വിയസ്ലി PR കൊണ്ട് മാത്രമാണ് അവര് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ ടെലിവിഷനിൽ TRP തവണ 12.5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും TV കാണുന്നത് സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അവിടെയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോ. ആ ഷോ ഇപ്പോഴും കാണുന്ന ഇത്ര വലിയൊരു TRP ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോൾ ഷോയിൽ തന്നെ പുറത്തു വിട്ട റിപ്പോർട്ട് അനുസരിച്ചിട്ട് 1 റേറ്റിംഗ് ആണ് ഹിന്ദി ബിഗ് ബോസിന് TRP ഉള്ളത് ഈ സീസണിൽ. അതേ സീസണിൽ മലയാളത്തിനാണ് ഏറ്റവും കൂടുതൽ 12.5-15% അടുത്തുണ്ട്. അപ്പൊ അത്രയും ആളുകൾ കാണുന്നത് ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാതെയാണ്. അപ്പൊ അവരൊരു വലിയ സപ്പോർട്ട് ഇങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ അനുമോൾക്കടക്കം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് ഒരു PRന്റെ ബലത്തിൽ അല്ലാത്തൊരു സപ്പോർട്ട്. പക്ഷെ അവർ വോട്ട് ചെയ്യുന്നുണ്ടോ ഈ TV കാണുന്ന ആൾക്കാർ? ഇല്ലല്ലോ. അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഈ TV കാണുന്ന എത്രയോ അമ്മമാര് ഈ ഹോട്ട്സ്റ്റാറിൽ കയറി അത് നമുക്ക് ഈ വോട്ടിംഗ് മെസ്സേജ് വോട്ടിംഗ് ഉണ്ടോ? എനിക്ക് ഇല്ല. ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അല്ലേ? എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ TV കാണുന്ന അമ്മമാർ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അനുമോളെ. അവർ ഈ സീരിയൽ കണ്ട് അതുപോലെ ഒരു ക്യാരക്ടർ മാനസപുത്രിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ വോട്ട് എത്ര കൺവേർട്ട് ആവുന്നുണ്ടെന്ന്. TV കാണുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ട് പറയുന്ന 3 പേരെയാണ്. ഒന്ന് അനീഷും, ഒന്ന് അനുമോളും, മൂന്നാമത് നെവിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അടിപൊളി. അങ്ങനെയാണ് അവർക്കൊരു ഇഷ്ടം പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സാധാരണക്കാരനായി നിൽക്കുന്ന ഒരാൾ, അനുമോള് ഇമോഷണലിലേക്ക് എടുക്കുന്ന ആള്. നെവിനെ സംബന്ധിച്ച് പുള്ളി ഒരു എന്റർടൈനർ ആണല്ലോ. കുട്ടികൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അപ്പൊ ഇവരെ 3 പേരെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. മറ്റുള്ളവരെ പറയുന്നില്ലെന്നല്ല, ഇവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. ഇവരുടെ 3 പേരും ഗെയിം വെച്ച് നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്? അനുമോൾ ഈ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകരെ എങ്ങനെ മാക്സിമം കയ്യിലെടുക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിട്ടാണ് വന്നേക്കണം. ഇപ്പോൾ ഡ്രസ്സിങ്ങിൽ പോലും അത് ഇപ്പോൾ ഫിസിക്കൽ ടാസ്കിൽ സാരി എടുത്ത് കളിക്കുന്ന ആദ്യമായിട്ട് ഞാൻ ഒരു കണ്ടസ്റ്റന്റിനെ കാണുന്നത്. അപ്പം എല്ലാം അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട്. പിന്നെ പാവക്കുട്ടികളെ എടുത്ത് ഏതൊരു ടാസ്കിൽ കിട്ടുന്ന പാവക്കുട്ടീനെ എടുത്ത് ബെഡിൽ ഒളിപ്പിച്ച് വെക്കുക. അങ്ങനെ കുറെ ഒരു എൻ്റെ മാനസപുത്രി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരു എൻ്റെ അമ്മൂമ്മ സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് നെവിൻ വെള്ളം ഒഴിച്ച ദിവസം എന്നെ വിളിച്ചിട്ട് ഭയങ്കര ദേഷ്യപ്പെടല്. നെവിൻ എന്താ കാണിക്കണം, പാവനുമോൾ അതിനെല്ലാവരും വിഷമിപ്പിക്കണു, ഞാനൊക്കെ എത്ര കരയുന്നു എന്നറിയോ. അവര് റിയൽ ആയിട്ടാ പറയുന്നത്. പക്ഷെ ഈ അമ്മൂമ്മയുടെ വോട്ട് ഹോട്ട്സ്റ്റാറിൽ വരുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ അനുമോൾക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. അനീഷേട്ടൻ എനിക്ക് തോന്നുന്നു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം നല്ലപോലെ കളിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമൊന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. നെവിൻ പിന്നെ നല്ല എന്റർടൈൻമെന്റ് ആണ്. എല്ലാ എപ്പിസോഡിലും നെവിൻ്റെതായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് നല്ലപോലെ ഉണ്ട്. അപ്പൊ അത് സ്ക്രീൻ സ്പേസ് കാണുമ്പോഴാണല്ലോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അതിന്റെ ഇടയ്ക്ക് വെള്ളമൊഴിച്ചതിലൊക്കെയാണ് കുറച്ച് ഫാമിലി ആൾക്കാർക്ക് ദേഷ്യം വന്നേ നെവിൻ്റെ അടുത്ത്. അതെൻ്റെ അടുത്തുള്ള നൈബേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് വീക്ക് തന്നെ അത് ചേഞ്ച് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കണത്. അപ്പൊ 3 പേരിലും എനിക്ക് തോന്നുന്നു നെവിൻ തന്നെയാണ് ഒരു പടി മേലെ. ഇപ്പൊ സാധാരണയുള്ള കഴിഞ്ഞ സീസൺ വരെയാണെങ്കിലും ഈ ഔട്ടായ ആൾക്കാർ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെയുള്ളവർക്ക് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോ അവിടെയുള്ളവരെക്കാളും കൂടുതൽ അടിയും പ്രശ്നം ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് ചെന്നവരാണ്. ആ ഒരു താങ്കൾ തന്നെ ബിഗ് ബോസിൽ മുൻ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ചോദിക്കാണ്, അവർ ഈ ഗെയിമിനോട് നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുക? വളരെ മോശം. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പേജിൽ തന്നെ ഇടാൻ ഞാൻ ഇരുന്നതാ. നമ്മൾ തിരിച്ച് കയറില്ലേ, അപ്പൊ നമ്മുടെ അടുത്ത് ഏഷ്യാനെറ്റ് പറയും നിങ്ങൾ അവിടെ പോകുന്നത് ഒരു റീയൂണിയൻ ഇതുപോലെയാണ്, എല്ലാം ഹാപ്പിയായി പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് ഓർത്ത് ആ ഒരു ഇതിനാണ് കയറ്റിവിടുന്നത്, അതിൻ്റെ അകത്ത് തല്ലുകൂടരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ്, ഹാപ്പി ആയിട്ടിരിക്കാൻ. പക്ഷെ ഇവിടെ ചെല്ലുന്നവർ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമല്ലേ നിൽക്കാൻ പറ്റിയുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അല്ലേ, എനിക്ക് കണ്ടന്റ് കൊടുക്കാൻ അറിയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ ഭയങ്കര മോശം, ഭയങ്കര ക്രിഞ്ചാണ്. എസ്പെഷ്യലി ബിൻസി, ശൈത്യ, പിന്നെ മുൻഷി ചേട്ടനൊക്കെ എന്താ കാണിക്കുന്നത്. ഇവർ ഇതിൻ്റെ അകത്ത് വന്നിരിക്കണ ബാക്കി നിൽക്കുന്ന 5 പേരെ ഒന്ന് ഫിനാലേക്ക് ഒന്ന് സെറ്റ് ആക്കാനാണ്, ഒന്ന് ഹാപ്പി ആക്കാനാണ്. ഇപ്പൊ ഞാൻ റീ എൻട്രി ചെയ്ത സമയത്ത് എൻ്റെ ലൈഫേ
മോശമാക്കാൻ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തി അതിനകത്തുണ്ട്. പുറത്ത് PR കൊടുത്തിട്ടായാലും എന്നെ ലൈഫ് തന്നെ തകർക്കാൻ ശ്രമിച്ച വ്യക്തി അതിനുണ്ടായിട്ട് പോലും ഞാൻ കയറി ചെന്ന് ഫസ്റ്റ് ഹഗ് ചെയ്തിട്ട് കൺഗ്രാറ്റ്സ് ഫോർ ബീങ് ഇൻ ടോപ്പ് 5 എന്ന് പറയുക ചെയ്തത്. അത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ഒരു മാന്യതയാണ്. ഒരാൾ ഫൈനലിൽ നിൽക്കുമ്പോൾ അയാളെ എങ്ങനെ സന്തോഷിച്ചു. ഇതിനകത്ത് വന്നിട്ട് ചെരുപ്പ് ഉരിയടിക്കുന്നു പറയുക, ഭയങ്കര ഓവർ ക്രിഞ്ച് ഡ്രാമ നടത്തുന്നത്, സ്വന്തം ബെനിഫിറ്റ് മാത്രം നോക്കുകയാണ്. ഭയങ്കര മോശമാണ്. ഇപ്പൊ അനുമോള് മോശമാണ്, PR ആണെങ്കിൽ തന്നെ അത് നമുക്ക് ഷോ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇപ്പൊ തന്നെ എന്തിനാ കണ്ടസ്റ്റൻസ് PR എല്ലാം റിവീൽ ചെയ്യുന്നത്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവര് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ഔട്ടായി കഴിഞ്ഞിട്ട് പറയാം. അതൊക്കെ ഭയങ്കര മോശമാണ്. എനിക്ക് തോന്നി വട്ടം ഇപ്പൊ ടോപ്പ് 5 നിൽക്കുന്നവര്, അത് 5 അല്ല ഇപ്പൊ 7 6 7 അവര് ഭയങ്കര അർഹരാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പുറത്തുള്ളവര് വന്നിട്ട്. കാരണം അവര് ഒരു നിലയ്ക്കും ഇതിനകത്ത് പോവാൻ യോഗ്യരല്ല എന്ന് അവര് തന്നെ ഡേ ബൈ ഡേ തെളിയിക്കുകയാണ്. മുൻഷിയുടെ ഇന്നലത്തൊക്കെ മറ്റേ റെനയുടെ അടുത്തൊക്കെ കാണിച്ചത് തൊലിയുരിഞ്ഞു പോവാന്നൊക്കെ പറയണ പോലെയായിരുന്നു കാണുന്നത്. അത്ര മോശമായിരുന്നു. ശരിക്കും ഈ ബിഗ് ബോസിന് പുറത്തായ ആൾക്കാർ, പുറത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവര് തമ്മിലല്ല. ഇപ്പൊ മുൻഷിയും അതുപോലെ റെന ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ശാരികയും ബാക്കിയുള്ളവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഹൗസിലേക്ക് കൊണ്ടുവന്ന് ഹൗസിന്റെ ഉള്ളിൽ തീർക്കുന്ന ഒരു ക്യാമറ ഫേസിങ്ങിന് വേണ്ടി മാത്രമല്ല. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം മുൻഷി ഒരാഴ്ച നിന്നുള്ളൂ. അപ്പൊ മുൻഷിനോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു കുറെ കണ്ടന്റ് കൊടുക്കാറുണ്ട്, നമുക്ക് പേഴ്സണലി അറിയുമ്പോൾ നല്ല സംസാരിക്കുന്ന വ്യക്തിയാണ്, അതിനകത്ത് പോയിട്ട് എന്താ സൈലന്റ് ആവണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത്. അപ്പൊ ഇനി ഇവർക്ക് കിട്ടിയ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരാഴ്ചയും കിട്ടിയിട്ടുണ്ട്. അതിൽ മാക്സിമം 100 ദിവസത്തെ കണ്ടന്റ് ഒരു ദിവസം കൊടുക്കാന്ന് പറയില്ലേ, പണ്ട് രതീഷ് ഏട്ടൻ ചെയ്ത പരിപാടി, അത് ചെയ്യാനാണ് മുൻഷി ആയാലും എല്ലാവരും. എനിക്ക് ശാരിക തോന്നുന്നു എന്തൊക്കെയോ പേഴ്സണൽ ഗ്രഡ്ജസ് അതിനകത്ത് വന്ന് സംസാരിക്കുന്നു. എല്ലാം ഭയങ്കര ക്രിഞ്ചാണ്, ഭയങ്കര മോശമാണ്. ഇപ്പോ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഇപ്പൊ അനീഷ്, അനുമോൾ പ്രണയമാണ് ഭയങ്കര ചർച്ച സോഷ്യൽ മീഡിയയിലും അകത്തും പുറത്തും ഒക്കെ. താങ്കൾക്ക് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അവിടെ കളിച്ചൊരു ഗെയിമർ എന്താ തോന്നുന്നത് അതിനെ കുറിച്ച്? അവരുടെ പ്രണയം എനിക്ക് പേഴ്സണലി ഒരു ഗെയിം ആയിട്ടാ തോന്നിയത്. എനിക്ക് അറിയില്ല, അത് അനീഷിന്റെ ഒരു ഗെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. പിന്നെ അനീഷ് പറയുന്നുണ്ട് എന്താണ് കുറെ ഇടപഴകിയപ്പോ തോന്നണം അതൊക്കെ. പക്ഷേ ഒരു 90 ഡേയ്സിലാണോ ഫീൽ ചെയ്യുക, നമ്മൾ ആരും അല്ലല്ലോ അത് പറയാൻ. അവരുടെ പേഴ്സണലി എന്താണ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് അനുമോളുടെ പല ആറ്റിറ്റ്യൂഡുകളോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ അദ്ദേഹത്തിനോട് കൊടുത്ത രീതിയിലാണ് അദ്ദേഹം റിയാക്ട് ചെയ്തതെന്ന് ഇല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അനുമോൾ എല്ലാവരോടും അങ്ങനെ നല്ലൊരു കമ്പനി. പിന്നെ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയത്ത് അനീഷേട്ടനാണ് കുറച്ച് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഇത് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ലവ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ചുമ്മാ ഇപ്പൊ ആരെ ശൈത്യം എന്തോ അങ്ങനെ പറയുന്നത്. അത് ശൈത്യം പിൻസിയും പറയേണ്ട കാര്യങ്ങളല്ല. ഒന്നാമത് അവര് വന്നിരിക്കുന്നത് ഗസ്റ്റ് ആയിട്ടാണ്. ഗസ്റ്റ് നെവിൻ ഇന്നലെ പറഞ്ഞ പോലെ ഗസ്റ്റിന്റെ കാര്യം നോക്കി ഭക്ഷണം കഴിച്ച് പോകണം, അല്ലാണ്ട് ഇതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ അനീഷിന്റെ ഗെയിം ഇപ്പൊ പറഞ്ഞു, ആദ്യത്തെ ഒരു ഗെയിം അല്ല, പിന്നീട് ഒരു 50 ദിവസം കഴിഞ്ഞിട്ട് കണ്ടത്. 50ാമത്തെ ദിവസത്തെ ഗെയിം അല്ല, 90ാമത്തെ ദിവസം. പുള്ളിക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? പുള്ളി വന്നപ്പോൾ ഭയങ്കര സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രജിത് സാറിന്റെ ഒക്കെ പോലെ പറഞ്ഞു തന്നെ പറഞ്ഞ് അല്ല 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 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തില്ലേ പുള്ളിയുടെ, അത് കണ്ടപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു ക്രിഞ്ച് അടിച്ചിട്ട് അതൊരു ചേഞ്ച് ചെയ്ത് കുറച്ച് പാവത്തിലേക്ക് പോയതാണെന്ന് തോന്നുന്നു. എനിക്ക് ബേസിക്കലി ഭയങ്കര ഫേവറേറ്റ് ഒന്നും അല്ല, കുഴപ്പമില്ല. ഒരു ഈ അക്ബറും അതുപോലെ നെവിനും കഴിഞ്ഞാൽ ഹൗസിൽ താങ്കൾക്ക് ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മികച്ച ഗെയിമേഴ്സ് ആയിട്ട് തോന്നിയ ആൾക്കാരായിരുന്നു? എനിക്ക് ഒനീലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് പുറത്തിറങ്ങിയിട്ട് എനിക്ക് അത്ര സോഷ്യൽ മീഡിയയിലെ പ്രസംഗങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരാളായിട്ട് എനിക്ക് ഒനീലിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഔട്ടാവേണ്ട ഒരു വ്യക്തി അല്ലായിരുന്നു. ലക്ഷ്മിയൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ്, ഒനീൽ കഴിഞ്ഞിട്ടാണ് ലക്ഷ്മിയൊക്കെ വന്നത്. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ വരെ നിൽക്കണ്ട. ഇപ്പൊ ഉള്ളതിൽ എനിക്ക് പിന്നെ ആരാണുള്ളത്, ആദില, നൂറ, അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആരുമില്ല. നെവിനും അക്ബറും തന്നെയുള്ളൂ ഉള്ളതിൽ. ഒരു വിഭാഗം ആൾ കട്ടപ്പ എന്നുള്ളൊരു പേര് ഇപ്പൊ ഏഷ്യാന്റെ കാര്യം പറഞ്ഞു. ഏഷ്യാന്റെ തന്നെ ആരാണ് ഈ ബിഗ് സീസണിലെ കട്ടപ്പ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവർ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഏഷ്യാന്റെ ഇറക്കിയോ? ഒരു സെപ്റ്റംബർ സമയത്ത് കണ്ടു ആരാണെന്ന് ചോദിച്ചിട്ട് അതെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആളുകൾക്കിടയിലേക്ക് തന്നെ ഒരാളെ കട്ടപ്പയാക്കാനായിട്ട് ഏഷ്യാന്റെ തന്നെ ഒരു ചാൻസ് കൊടുക്കുകയാണ്. അപ്പൊ ഓൾറെഡി പുറത്താണ്, ഇപ്പൊ ബിഗ് ബോസിനകത്തല്ല പുറത്താണ് അവരെ കട്ടപ്പ എന്ന് വിളിക്കപ്പെട്ടത്. അതിന് അനുമോളെ കുറ്റം ചേർത്തുന്നു അങ്ങനെ പറയുന്നു. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ഏഷ്യാനെറ്റിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ശൈത്യയെ കുറിച്ചാണ്. ശൈത്യയെ കുറിച്ച് കട്ടപ്പാന്ന് അത് ഗെയിമിന്റെ പാട്ടാണ്. നമുക്ക് ഒരുപാട് വിളികൾ ഒരുപാട് ഇത് കേൾക്കേണ്ടി വരും. അതിനൊക്കെ ഇപ്പൊ ശൈത്യനകത്ത് പോയിട്ട് ഇങ്ങനെ നീ കാരണം എന്റെ PR എന്നൊന്നും അത്രയ്ക്കൊന്നും കാണിക്കേണ്ട ഒന്നുമില്ല. ഇതെല്ലാം ഒരു ഗെയിമിന്റെ പാട്ട്. നാളെ നല്ലൊരു വീഡിയോ വന്നു ഇനി കട്ടപ്പ എന്നുള്ള വിളിയൊക്കെ മാറും. അത് ആ ഒരു സെൻസ് എടുത്ത്. പിന്നെ ഏഷ്യാനെറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. കാരണം അതിൽ കണ്ടസ്റ്റൻസ് അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വന്നിട്ട് അവരെ തന്നെ ബുള്ളി ചെയ്യാൻ ഇട്ട് കൊടുക്കുമല്ലേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട്. അത് മോശമായിട്ട് തോന്നി. ഈ മറ്റൊരു കാര്യമാണ് ഇപ്പൊ ശൈത്യ പറഞ്ഞു തന്നെ. ശൈത്യ പറഞ്ഞു ഈ
1.5 ലക്ഷം രൂപ ശൈത്യ കൊടുത്തു എന്ന് പറയുന്നു. ഉം. ഒരാൾക്ക് PR കൊടുത്ത് ആ PR ഏജൻസിന് പോയി വീണ്ടും കൊടുക്കുക, അവർ 30 ദിവസം നിർത്തണം എന്ന് പറയുക. അപ്പൊ അവരും PR-ന്റെ ഭാഗമായല്ലോ. എന്നിട്ട് മറ്റൊരാൾ PR-ന് കുറ്റപ്പെടുത്തും. കുറ്റം പറയുക. അതിപ്പോ ഇപ്പൊ ശൈത്യ അതിന് 5 വീക്സ് അങ്ങോട്ട് നിന്നു തോന്നുന്നു. ആ 5 വീക്സ് നിന്നതിന്റെ എല്ലാ വാല്യൂം പോയില്ല. അവര് തന്നെ വന്ന് പറഞ്ഞു എന്റെ അച്ഛൻ്റെ 1.5 ലക്ഷം കൊടുത്തിട്ടാണ് നിന്ന്. അതൊക്കെ അത് പറഞ്ഞു. അത് സംപ്രേക്ഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റ് എത്രയോ കാര്യങ്ങൾ മുക്കുന്നു. അതിന് ഇതൊക്കെ വേണമെങ്കിൽ അവർക്ക് മാറ്റി വെക്കാം. പക്ഷെ അതൊക്കെ സംപ്രേക്ഷണം ചെയ്ത് ഭയങ്കര മോശമാണ് അത് പറയുന്നത്. കാരണം എല്ലാരും ഇപ്പൊ ലക്ഷ്മി പറയുന്ന കേട്ടു, എവിടെ നിന്നിട്ട് ശോഭയ്ക്ക് എന്തോ ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. അപ്പം ഇനി നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു സീസൺ വരുമ്പോ ഇനി ആര് വിജയായാലും ശോഭനെ കളിയാക്കിയതാണ്. കളിയാക്കിയതാണ് അല്ലേ? ഓക്കെ സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ്. ഓക്കെ വാട്ടെവർ. എന്താണെങ്കിലും അങ്ങനെ PR അങ്ങനെ പറയുമ്പോ അതൊരു ആ ഒരു വാല്യൂ പോകുന്നില്ല ഗെയിമിന്. ഇപ്പൊ അടുത്ത സീസണിൽ തന്നെ വരണ ഒരു PR ഗെയിം ആർക്ക് കാണണമെന്ന് പലരും. മസ്താനി പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്, അതായത് അടുത്ത സീസൺ മുതൽ മത്സരിക്കാൻ പോകുന്ന PR-കൾ തമ്മിലായിരിക്കും കണ്ടസ്റ്റന്റുകളെല്ലാം. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം പക്ഷെ ഒരാൾക്ക് തന്നെ എല്ലാരും PR കൊണ്ട് ഇപ്പൊ വിനു PR ആണെന്ന് മനസ്സിലായി. ഇപ്പൊ അടുത്ത വട്ടം എല്ലാരും വിനുവിന് തന്നെ കൊടുത്താൽ വിനു ഇനി ഇതിൽ ആർക്ക് എടുക്കണം എന്നുള്ളൊരു ഇതിലായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരു സീസൺ വരുവാണെങ്കിൽ ഓൾറെഡി വാല്യൂ ഈ സീസണോട് കൂടി പോയി എന്നാണ് ഫീൽ ചെയ്യുന്നത്. അടുത്തൊരു സീസണിൽ പ്രേക്ഷകരും ഡിക്ലൈൻ ആവില്ലേ കുറെ പേര്. ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ PR വെച്ചൊരു ഗെയിം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കരിയർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.